മോർണിംഗ് ഗുഡ് മോർണിംഗ്. നമുക്ക് വേണ്ടി എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കണ്? പാല്, മുട്ട, ബ്രെഡ്. എന്തായാലും ഇവിടെ പോകുമ്പോൾ തടിയൊക്കെ തന്നാവും. കാണുന്നതൊക്കെ ഞങ്ങൾ മൈസൂരിൽ നിന്ന് ഇവിടുന്ന് ഒരു 140 കിലോമീറ്റർ കൂടി ഉണ്ട് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ ഇന്ന് എത്താൻ പറ്റുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് എത്തണം, അല്ലെങ്കിൽ വൈകുന്നേരം എവിടെയെങ്കിലും സ്പെൻഡ് കാര്യങ്ങൾ നോക്കണം. പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ ചോറ് നമുക്ക് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിക്കാം. കാരണം വരുന്ന വഴിയൊക്കെ ഹൈവേ ആനെ കൊണ്ട് വലിയ വലിയ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഇവിടെ വല്ലതും കിട്ടുമെന്ന് നോക്കാം. കർണാടകത്തെ റൈസും സാമ്പാറും. കുഴപ്പമില്ല, രസമുണ്ട്. ശരി, നമ്മളെ നെയ്ച്ചോറിനല്ല, എന്നാലും അതിൻ്റെ മാറ്റൊരു ചായ. ബാംഗ്ലൂരിൽ പോകാൻ വിചാരിച്ചിട്ടില്ല. എവിടെ പോണ വഴിക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ബാംഗ്ലൂർക്ക് പോകാമെന്നാണ് വിചാരിച്ച്. അപ്പം ഇവിടെ സ്റ്റേ കിട്ടണമെന്നില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ പോയാൽ എൻ്റെ ഇക്കാക്ക അവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്യാം. അപ്പോൾ അവൻ്റെ റൂമിൽ നിൽക്കാം, വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്കാണ് പോകണമെന്ന്. അപ്പോൾ അവനവിടെ ഇല്ല. അവന് എന്തോ വർക്കിൻ്റെ എന്തോ ഒരു ഭാഗമായിട്ട് ഇവിടെയൊക്കെ പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഫ്രണ്ടിൻ്റെ സ്ഥലത്ത് ശരിയാക്കി തന്നിക്കണെന്ന്, ഇന്ദിരാനഗർ. അപ്പോൾ നമുക്ക് ഇന്ദിരാനഗറിലേക്ക് പോയേക്കാം. എന്താ അവസ്ഥ അവിടെ നിന്ന് റൂം സെറ്റായിക്കിന്. ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് എവിടെയും സ്റ്റേ ചെയ്യാണ്ട് നേരെ നൈറ്റ് റൈഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ദിരാനഗറിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ കൂടി, 28 ഉണ്ട്. 28 കിലോമീറ്റർ കൂടി. അപ്പം രാത്രി പോകണത് അത്ര സേഫ് അല്ല. അപ്പോൾ ജസ്റ്റ് റിഫ്ലക്ടറൊക്കെ ഇടാം. കാരണം മുന്നിൽ വരുന്ന വണ്ടികളൊക്കെ ഒന്ന് കണ്ടോട്ടെ നമ്മൾ ഊട്ടി പോകണുണ്ട് എന്ന്. എന്നാ പോവാ. ഞങ്ങളെ ബാംഗ്ലൂർ നൈസ് റോഡ് വഴി അടുത്ത് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സൈക്കിളോ ഓട്ടോറിക്ഷ ഒന്നും വിടൂലല്ലേ. ഒരുപാട് ദൂരം ഇപ്പം വളഞ്ഞ് തിരിഞ്ഞ് ഏതൊക്കെയോ മോശം റോഡിലൂടെയൊക്കെ വന്നതാണ്. അപ്പോൾ അവൻ്റെ കരിയറിൻ്റെ എന്തൊരു സാധനം വീണുപോയി. അപ്പോൾ അത് പൊട്ടിന്. ഞങ്ങൾ കയ്യിൽ കരുതിയതാ സാധനങ്ങളൊക്കെ. അപ്പോൾ എന്നൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ ടെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ സ്റ്റേ ഒന്നും കിട്ടാത്തപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു എൻ്റെ ഇക്കാക്കുണ്ട്. ഇക്കാക്കിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ ഉള്ളത്. അപ്പം 170ഓളം കിലോമീറ്റർ ഒന്ന് ഓടി. അത്രയൊന്നും ഓടണ്ട വിചാരിച്ചതാണ് ഈ യാത്രയിൽ. പിന്നെ പറഞ്ഞാൽ സ്റ്റേ കിട്ടാത്തതിനെ കൊണ്ട് മാത്രമാണ് ഇത്രയൊരു ദൂരം ഓടിയത്. അപ്പം അവനെ വിളിച്ചിരിക്കണം, അവൻ മുകളിൽ വരും. മുകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ കിടന്നുറങ്ങാം. കാരണം നല്ല ക്ഷീണം, അത്രയും കിലോമീറ്റർ ഓടിയല്ലേ. അപ്പോൾ ഓക്കെ, രാവിലെ കാണാം. ഈ നേക്കടാ കുരുപ്പ്
ഗുഡ് മോർണിംഗ്. അപ്പോൾ എണീച്ച് പല്ലൊക്കെ തേച്ച് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സെറ്റപ്പ്. ഒരു ചെറിയൊരു കാലി അടിച്ച് വരാം എന്തായാലും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ചേട്ടന്മാർ. ഇത് പ്രബി. ഓക്കെ, നിങ്ങളെ പേര്? അനിൽ. ചേട്ടൻ്റെ ജിനു. ഇവർ രണ്ടാളും നമ്മൾ ഇന്നലെ വന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവരോടും സൂക്ഷിച്ച് പോകും. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ ഇക്കാക്കൻ്റെ റൂമിലേക്ക് പോവാം. ഇന്നലെ എന്താ ഇവിടെ നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ അവനെന്തോ വർക്ക് ഉണ്ടായിരുന്നു, അപ്പം അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്തേക്കാണ് പോണത്. കാക്ക ബ്രദർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര എന്തോ മാതിരി. ഞാൻ അവനെ ഇഫ്രു എന്നാണ് വിളിക്കുക, അപ്പോൾ ഞാൻ അങ്ങനെ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ഇഫ്രുവിൻ്റെ റൂമിലേക്ക് പോവാം. എന്നിട്ട് എന്താ അവിടെ അവസ്ഥ നോക്കാം. അവനൊന്ന് പോകാൻ നിൽക്കുകയാണ്. നാട്ടിലേക്ക് ബസ്സില്ലായിരുന്നു ഇത്രയും ദിവസം, കാരണം പ്രളയം കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട്. അപ്പോൾ ഇപ്പം ബസ്സൊക്കെ ഓക്കെ അയക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവനിന്ന് പോകും. അപ്പോൾ പോണതിന് മുന്നേ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ, കയ്യൊന്നുമില്ല വേണ്ട. എന്തൊരു കഷ്ടമാണ് പെരുന്നാളെന്ന്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോവാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളാണ് ഇവിടെ പെരുന്നാൾ പ്രമാണിച്ച് അവൻ നാട്ടിൽ പോവാണ്. അപ്പോൾ അയ്യടാ വേണ്ട വേണ്ട, ഇപ്പം എന്തൊക്കെ ഓഫറല്ലേ. അപ്പോൾ ഇവിടെ ഇക്കാക്ക പോയി. അപ്പോൾ ഞങ്ങളിനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവൻ്റെ വണ്ടി ഉണ്ട്, അതാണ് വണ്ടി. അപ്പോൾ ഏകദേശം ഭക്ഷണം കഴിക്കണം. പിന്നെ എൻ്റെ ഫോൺ ഞാൻ പറഞ്ഞില്ല വർക്ക് ചെയ്യില്ലാന്ന്. അതിൻ്റെ ഒന്ന് പോയി നോക്കണം എന്താ അവസ്ഥ എന്ന്. വന്ന് മയത്ത് നനഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിതാ തിരിച്ച് നമ്മളെ റൂമിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നാളെ പെരുന്നാളാണ്. അപ്പോൾ ഓക്കെ, എന്നാൽ ഗുഡ് നൈറ്റ്, നാളെ കാണാം.